ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ എണ്ണ ഒഴിച്ച് ഒരു അര സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് വഴറ്റിക്കൊണ്ടിരിക്കുവാണ്. അത് നന്നായിട്ട് മൊരിയണം. മൊരിഞ്ഞതിന് ശേഷമാണ് നമ്മളതിലേക്ക് ഉപ്പിൽ വേവിച്ച അച്ചിങ്ങ ഇടാൻ പോണത്. അപ്പോൾ അച്ചിങ്ങ ഇങ്ങനെ ഒടിക്കണ അച്ചിങ്ങ ഉണ്ടല്ലോ, അപ്പോൾ പയർ ഒടിച്ചിട്ട് ഉപ്പിൽ വേവിച്ച് വെള്ളം വറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആണ് നമ്മളിതിലേക്ക് ഇടാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ സവോള നന്നായിട്ട് ഒരു അര സവോള മതി, അത് നന്നായിട്ട് മൊരിയണം. മൊരിഞ്ഞ് കഴിയുമ്പോഴേക്കാണ് നമ്മളതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ അത് മൊരിയാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കഴിയുമ്പോഴേക്കാണ് നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയുള്ളൂ. അപ്പോൾ പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ട് പൊടികൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ സവോള മൊരിയാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ സൈഡിലൊക്കെ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് പൊടികളാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ആഡ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ അച്ചിങ്ങ അതിലേക്ക് ആഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഇപ്പോൾ മൊരിഞ്ഞതുകൊണ്ട് ഞാൻ ഫ്ലെയിം നന്നായിട്ട് ലോ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും മതിയാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് ആ മുളകിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളതിലേക്ക് അച്ചിങ്ങ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ അത് ഉപ്പിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിലേക്ക് ആഡ് ചെയ്ത് എല്ലാം നന്നായിട്ടൊന്ന് ഫുള്ളായിട്ട് ആഡ് ചെയ്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് ഇപ്പോൾ ഇത് അച്ചിങ്ങ ഓൾറെഡി വെന്തതാണ്. അപ്പോൾ അതിനി കുക്കാവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി അടച്ചൊന്നും വെക്കണ്ട. ജസ്റ്റ് ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഓപ്പണാക്കി കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ച് കഴിഞ്ഞാൽ സെറ്റാവും. അപ്പോൾ ഇപ്പോൾ ഇതൊന്ന് എല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കണേണ്. ഒരുപാട് വേവാൻ നിൽക്കണ്ട, അടച്ച് വെച്ച് ഇനി അതൊരുപാട് വേവാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് കുഴഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഓപ്പൺ ആക്കി തന്നെ വെച്ചിട്ട് എല്ലാം ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ അതെല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഒരു ചെറിയ ഫ്ലെയിമിൽ അത് കുറച്ച് നേരം ഒന്ന് കിടക്കണം. അപ്പോൾ ഇതാണൊരു ഈസി അച്ചിങ്ങ റെസിപ്പിയാണ്. ഞങ്ങൾ ഇടയ്ക്ക് വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളായാണ്, എല്ലാവർക്കും ഇത് ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ലാസ്റ്റ് ഇടുന്നതായിരിക്കും. ഇതാണ് അതിൻ്റെ ഏറ്റവും ഈസിയസ്റ്റ് റെസിപ്പി.